ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ചൈന ടൗണിലാണ് കേട്ടോ. ഇന്നിവിടെ രാത്രി അതിമനോഹരമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം എന്താ പറയുക, ഒരു 10 മണി ആകാറായിട്ടുണ്ട്, 9:30 ആകാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് ചൈന ടൗൺ കാണാൻ വേണ്ടി ഞാനും ലൈനും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, മഴ. നമ്മൾ കുറേ നേരം കാത്തു നിന്നു, മഴ മാറുമെന്നൊക്കെ വിചാരിച്ചാണ് നിന്നത് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, ഭയങ്കര മഴയാണ്. നമ്മളെന്നാലും ചൈന ടൗണിൽ നിന്ന് കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മഴയത്തുള്ള ചൈന ടൗൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ചൈന ടൗൺ. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്ട്രീറ്റ് ഫുഡുകളും സീ ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നുണ്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ടുക് ടുക്കൊക്കെ കിടപ്പുണ്ട്, ഒരു ഓട്ടോയൊക്കെ കിടപ്പുണ്ട്, അടിപൊളി ഓട്ടോ. പിന്നെ നമുക്കിനി എങ്ങോട്ടാണ് പോകേണ്ടേ? ദിസ് വേ ഓർ ദാറ്റ് വേ? യു ക്യാൻ ഗോ ദിസ് വേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് നടക്കാൻ തീരുമാനിച്ചു. ഓ സോറി. അടിപൊളിയായിട്ടുള്ള ഞണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഞണ്ട്, ജീവനോടുള്ള ഞണ്ടിനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് വേറെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഗ്രേപ്പാണ് കേട്ടോ. എന്തൊരു ഗ്രേപ്പും സ്ട്രോബെറിയൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ. ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒത്തിരി പേരുണ്ടാവുമായിരുന്നു. നമുക്കിവിടെ ഇരുന്നെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാ കടകളിലും ആൾക്കാർ വളരെ കുറവാണ്. ഹലോ, ഹായ്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ നമ്മുടെ അവിടെയുള്ള കോമാളിത്തരം കാണിക്കും പോലെ എന്താ മുഖം മൂടിയൊക്കെ വെച്ചിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ ഷോപ്പുകളാണ്. ഇതിനകത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതൊരു റോഡാണ് കേട്ടോ. ആ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ അവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ ഇതേപോലെ ഇതൊക്കെ വെച്ച് അവർ കെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അതിനപ്പുറത്ത് മാത്രമേ പോകത്തുള്ളൂ, ആൾക്കാർ ഇതുവഴി പോകുക കേട്ടോ. ആ സൈഡും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡും അടിപൊളി ഫുഡുകൾ കിട്ടുന്ന കടകളാണ് കേട്ടോ. ചെറിയ ചെറിയ തട്ടുകടകൾ പോലുള്ള ഒത്തിരി കടകളാണുള്ളത്. അപ്പോൾ നമുക്കിനി ഏതായാലും റോഡ് കടന്ന് അപ്പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ടോ, റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ്. വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടുക്ക് കണ്ട് ഇത് കുറേ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെറൈറ്റി വാഹനങ്ങൾ ഇതുവഴി പോകാറുണ്ട് കേട്ടോ. ഇവിടെ ദൂരിയാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കാല് വെച്ച് അനങ്ങാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു. ഇവിടെ കുറേ ജ്യൂസ് ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സീ ഫുഡ് ഷോപ്പുകളുണ്ട്. പക്ഷേ ഇന്ന് ഒത്തിരി സീ ഫുഡ് ഷോപ്പുകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം വൈകുന്നേരം മുതൽ നല്ല മഴയാണ് ഇവിടെ. സാധാരണ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഷോപ്പ് ഓപ്പൺ ആവുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒത്തിരി കടകളിൽ ലോബ്സ്റ്റർ വെച്ചിട്ടുണ്ട്. അത് പല സൈസിലുള്ളത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല കൂടുതലാണ്. 1000 ബാത്ത്, 1500, 2500 ബാത്ത് വരെയൊക്കെയാണ് ഈ ലോബ്സ്റ്ററിൻ്റെ റേറ്റ്. അത് ഒത്തിരി പേര് വന്ന് വാങ്ങി എന്ത് ചെയ്യും, അതിനെ ഇവിടെ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാറൊക്കെ പതിവ്. അവർ ചെയ്ത് കൊടുക്കും, അത് ഫ്രൈ ചെയ്തൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ചെയ്യുന്നുണ്ട് ലോബ്സ്റ്ററിനെ, അത് കണ്ടോ അവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഒരു അടിപൊളിയാണ്. ഇത് ഏകദേശം ഒരു 1500 ബാത്തെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഈ ലോബ്സ്റ്റർ. അതിങ്ങനെ കനലിലിരുന്ന് വേകുകയാണ് കേട്ടോ. മറ്റൊരു കടയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഷ്രിമ്പിനെ എന്ത് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മാവൊക്കെ മുക്കി ഷ്രിമ്പിനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അത് മേടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ ഇങ്ങനെ എന്താ ഫ്രൈ ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്.
ഇനി വേറെ എന്തൊക്കെ മേടിക്കാമെന്ന് ലൈനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആള്. അപ്പോഴത്തേക്ക് നമ്മൾ ചൈന ടൗണിൽ വന്നിട്ട് ഷ്രിമ്പൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഷ്രിമ്പ് മേടിച്ചു. ഇത് വന്നിട്ട് ഫ്രൈഡ് ഷ്രിമ്പാണ് കേട്ടോ ഈ സംഭവം കണ്ടോ. ഇതാണ് ഫ്രൈഡ് ഷ്രിമ്പ്. ഇത് രണ്ടെണ്ണം തന്നു. അതിൽ കൂടി എന്ത് ചെയ്തു, ഒരു സ്പൂണൊക്കെ കൂടി അവർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ കുത്തി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടുത്തെ കുറച്ച് പീനട്ടും ഈത്തപ്പഴവും ഒക്കെ കൂടിയൊക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് പീനട്ടാണ്. ഇത് പീനട്ടാണ് കേട്ടോ. കണ്ടോ, ഇത് പീനട്ടാണ്. പിന്നെ ഇത് വേറെ എന്തോ സംഭവമാണ്. ലൈൻ വാങ്ങിയതാണ് കേട്ടോ, എനിക്കറിയത്തില്ല അതെന്താണ്. അപ്പോൾ ഇതാണ് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഷ്രിമ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കേൾക്കും. അപ്പോൾ നമ്മൾ ഷ്രിമ്പ് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ആൾക്ക് ഷ്രിമ്പ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നോക്കാം. സംഭവം പൊളിയാണ് കേട്ടോ. ഇതിൽ ഒരു എന്തൊരു മാവിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു മാവിൽ കൂടി മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് സോസസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്പൈസിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇതാണ് ഷ്രിമ്പ്. ഇവിടെ മഴയായതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കടകളെല്ലാം നല്ല തിരക്കായിരിക്കും. കഴിച്ചിട്ട് ഇതിൻ്റെ വാലുണ്ടോ, ഇത് ചെറിയ വാലാണ്. ഇതിനെ കളയുക കേട്ടോ. എന്താ പറയുക, എരി നിറഞ്ഞും തലേ കയറിയതാ. ലൈൻ ഓർഡർ ചെയ്തതാട്ടെ, എനിക്കറിയത്തില്ല എന്താണ്. ഞാൻ ചുമ്മാ കഴിക്കുന്നേ ഉള്ളൂ. അടിപൊളി ഫുഡെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാ. ഇത് ഈത്തപ്പഴമാണ് കേട്ടോ, ഈത്തപ്പഴം. ഇതെന്താണെന്ന് അറിയില്ല. ഇതും അതിനകത്തുള്ളതാണ് കേട്ടോ. എന്താണെന്ന് നോക്കട്ടെ. ഇതേ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ ഈ താമരയുടെ ഒക്കെ വേരില്ലേ, ആ സംഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ നല്ല കട്ടിക്ക് വരുന്ന താമര വേരുണ്ടല്ലോ, ആ സംഭവമാണ് കേട്ടോ. ഇത് മരിച്ചിനല്ല, ഉണക്ക മരിച്ചിനൊന്നുമല്ല കേട്ടോ. നെറ്റിൽ തപ്പിയപ്പോഴത്തേക്കും കിട്ടിയായിരുന്നു, എനിക്കെടുത്ത് കാണിച്ചെന്നായിരുന്നു. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കഴിക്കാൻ പറ്റാത്തല്ലോ. അടുത്ത് വീണ്ടും മാർക്കറ്റിലൂടെ നടക്കാൻ തുടങ്ങി. അടുത്തിന് എന്ത് ഭക്ഷണം കിട്ടുമെന്നുള്ള കപ്പലിലാണ് കേട്ടോ. എന്തായാലും നോക്കട്ടെ. ഇവിടെ മൊത്തം വെള്ളമാണ്. മഴ കൊണ്ട് മൊത്തം അഴുക്ക വെള്ളം കുറേ കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെ കുറേ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഞാനിവിടെ വന്നിട്ട് മഴയായിട്ട് നമ്മുടെ എന്താ പറയുക റെയിൻകോട്ടൊക്കെ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. ഇവിടെ മിക്കവരും റെയിൻകോട്ടൊക്കെ കിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാനിത് മിക്ക കടയിലും തപ്പി നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അവസരം മഴ മൊത്തം നനയേണ്ട ഒരവസ്ഥയും വന്നു. സീ ഫുഡ് യഥാർത്ഥത്തിലൊന്ന് കുറവാണ്. ഇത് ഒക്ടോപ്പസ് ആണ് കേട്ടോ. ഒക്ടോപ്പസ് ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. പിന്നെ ഇവിടെ കൂടി ഇങ്ങനെ നമ്മൾ വേറെയും കടകളൊക്കെ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുകയാണെന്ന്. മഴയായതുകൊണ്ട് ചൈന ടൗണിൽ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബാങ്കോക്കിലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.